الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് ഒന്നുകൂടി വളരെ ശക്തിയായി എന്നെയും നിങ്ങളെയും ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നല്ല ഒരു ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുവാനാണ് നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഭാവി തലമുറക്കും ജീവിതം സുഖകരമായി തീരുന്നതിനുള്ള വിഭവങ്ങൾ സമാഹരിച്ചു വെക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ നെട്ടോട്ടം. ഭൗതിക ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് മരണം എന്ന് പറയുന്നത്. അടുത്ത നിമിഷത്തിലെ ജീവിതമെന്നത് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത ഒരു പ്രഹേളികയാണ്. പക്ഷേ മരണമെന്നതോ സംഭവിക്കുമെന്ന് തീർച്ചയുള്ള കാര്യവും. സംഭവിക്കുമെന്ന് തീർച്ചയുള്ള മരണത്തെ മറന്നുകൊണ്ടാണ് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത ഭാവിയിലെ ജീവിതത്തിനു വേണ്ടി നാം പരക്കം പായുന്നത് എന്നുള്ളത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. മരണം നമ്മൾ ആസ്വദിച്ചേ മതിയാവും.
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കഴിഞ്ഞുപോയ തലമുറകളൊക്കെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ തലമുറകളിലുള്ളവരെല്ലാം മരിച്ചുപോയിരിക്കുന്നു. അവരിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഏകാധിപതികളുണ്ടായിരുന്നു, ഛത്രാധിപതികളുണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി എന്നതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: മരിച്ചുപോയി. ആരും ഈ ലോകത്ത് ഇന്ന് മുമ്പുള്ളവർ അവശേഷിക്കുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് മനുഷ്യനെ നിയോഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു നിശ്ചിത അവധി വരെ മാത്രമേ ഭൂമി താവളമായിട്ടുള്ളൂ എന്നാണ്. ഒരു നിശ്ചിത അവധി വരെ മാത്രമേ ഭൂമിയിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. വലക്കും ഫിൽ അർള് മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. സുമ്മ ഖളാ അജല, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഒരു നിമിഷവും താമസിപ്പിക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ഒരു ആത്മാവിനെയും അതിന്റെ അവധി വന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മെ പല സന്ദർഭങ്ങളിലായി ഉണർത്തിയിട്ടുണ്ട്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. മരണം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മുടെ നിശ്ചയത്തെ അതിരുകടക്കുവാൻ, അതിനെ അതിലംഘിച്ചു കളയുവാൻ, അതിനെ പരാജയപ്പെടുത്തി കളയുവാൻ ഒരു സൃഷ്ടിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനനത്തോടൊപ്പം തന്നെ മരണവും ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതവും മരണവും ഇരട്ടപറ്റിട്ടുള്ള സന്തതികളാണ്. ജനിച്ചതോടൊപ്പം തന്നെ മരണവും സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ചില സന്ദർഭങ്ങളിൽ നാം റോഡിലൂടെ ബൈക്കോടിച്ചു പോകുമ്പോൾ ഒരാൾക്കൂട്ടത്തെ കാണും. ഇടതുകാല് നിലത്തൂന്നി നിർത്തിയിട്ട് ബൈക്ക് ഓഫാക്കാതെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് നാം നോക്കും. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരമായിരിക്കും നമ്മൾ കാണുക. അലസമായത് നോക്കിയതിന് ശേഷം പിന്നെയും ബൈക്ക് ചലിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുമ്പോൾ പിന്നിലിരിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്: തട്ടിപ്പോയി എന്നാ തോന്നുന്നത്, ഫ്യൂസായിപ്പോയി എന്ന് തോന്നുന്നു, കാറ്റ് പോയതായിട്ടാണ് സംശയം. ഇങ്ങനെ തട്ടിപ്പോയി, ഫ്യൂസായി, കാറ്റുപോയി, മരിച്ചുപോയി എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. ആ പ്രയോഗം കേട്ടാൽ നമുക്ക് തോന്നും മരണം ഒരു ആസൂത്രണത്തിന്റെ ഭാഗമല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഖുൽ, പ്രവാചക അവരോട് പറഞ്ഞു കൊടുക്കണം, യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുണ്ടല്ലോ, ഓതറൈസ്ഡ് ആയിട്ടുള്ള മലക്ക്, ഉത്തരവാദപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലക്ക്, അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലക്ക്, ആ മലക്ക് നിർവഹിക്കുന്ന ഒരു കാര്യമാണത്. യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും.
നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള മലക്ക്, അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലക്കാണ് നിങ്ങളുടെ മരണം എന്നുള്ള കർത്തവ്യം നിർവഹിച്ചു തരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ തന്നെ, വളരെ ശ്രദ്ധാപൂർവം തന്നെ ആ മലക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ തവഫതുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ വന്നുകൊണ്ടാണ് ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഹും ലാ യുഫരിതൂൻ, ആ വിഷയത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നില്ലെന്നും നിങ്ങൾ അറിയണം. ഒരു വീഴ്ചയും അവർ വരുത്തുന്നില്ല. വളരെ കൃത്യമായിട്ട് ആ ദൗത്യം അവർ നിർവഹിക്കുന്നുണ്ട്. മരണം എവിടെയാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് നമ്മെ പിടികൂടുക എന്ന് യാതൊരു വിവരവും നമുക്കില്ല. ഓരോ നിമിഷവും നാം മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മിമ്പറിൽ കയറിയതിന് ശേഷം ഏതാണ്ട് 10-12 മിനിറ്റ് നാം മരണത്തോടടുത്തു കഴിഞ്ഞു. 12 മിനിറ്റ് മരണത്തോടടുത്തു എന്ന് പറയുന്നതിനർത്ഥം ആ 12 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്നാണ്. മരണം നാളെ തന്നെ സംഭവിക്കുമെങ്കിലും, മരണം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും, ഈ 12-13 മിനിറ്റ് ഇപ്പോൾ നാം മരണത്തോട് അടുത്തു കഴിഞ്ഞു എന്നർത്ഥം. നമ്മുടെ ഘടികാരത്തിൽ നിന്ന്, വാച്ചിൽ നിന്ന് കീ കീ എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം നമ്മോട് വിളിച്ചു പറയുന്നത്, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നിന്ന് 1 മണിക്കൂർ കൊഴിഞ്ഞുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മണിക്കൂർ ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഘടികാരത്തിൽ നിന്ന് ചിലപ്പോൾ ടക് ടക് എന്ന ശബ്ദം കേൾക്കും. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ നിമിഷങ്ങളുടെ കഷ്ണങ്ങൾ, ഓരോ നിമിഷത്തിന്റെയും കഷ്ണങ്ങൾ അരിഞ്ഞു വീഴ്ത്തുന്നതിന്റെ ശബ്ദമാണ്. മരണം നമ്മിലേക്ക് കാൽ വെച്ച് നടന്നു വരുന്നതിന്റെ ശബ്ദമാണത് കേൾക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. മരണത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മരണത്തെ വെറുക്കേണ്ടുന്ന കാര്യമില്ല. വെറുത്തതുകൊണ്ട് മാത്രം മരണം മാറി നിൽക്കുകയുമില്ല. മരണത്തോടുള്ള വെറുപ്പ് എന്നത് ദുനിയാവിനോടുള്ള പ്രതിപത്തിയുടെ, അത്യാർത്തിയുടെ ഒരു മറുവശം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് മരണത്തോടുള്ള വെറുപ്പിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്കതിനെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ആഗ്രഹം, ദുനിയാവിനോടുള്ള സ്നേഹം, ദുനിയാവിലേക്കുള്ള പൂണ്ടുപിടുത്തം, അതാണ് കറാഹിയത്തുൽ മൗത്തിന്റെ, മരണത്തോടുള്ള വെറുപ്പിന്റെ രണ്ടാമത്തെ വശം, മറുവശം എന്ന് പറയുന്നു. ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലായിട്ടില്ലാത്ത, ദുനിയാവിന്റെ ശോഭയിൽ കണ്ണഞ്ചിപ്പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മരണത്തെ വെറുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ സൂചന എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണത്തെ ഭയപ്പെടണമെന്നും ആരും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. വദ്കുറൂ ഹാദിമൽ ലസ്സാത്ത്, എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കരുതിയിരിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മരണത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭൗതിക പ്രമത്തതയുള്ള സമൂഹമായിരുന്നു ജൂത സമൂഹം. ആ ജൂത സമൂഹം അവരെക്കുറിച്ച് വിചാരിച്ചിരുന്നത് അവർ അല്ലാഹുവിന്റെ മക്കളാണ്,
അല്ലാഹുവിന്റെ ഇഷ്ട പുത്രന്മാരാണ് എന്നായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ നരകത്തിൽ അവർ കിടക്കുകയുള്ളൂ എന്നവർ ധരിച്ചു. ഒരിക്കൽ പോലും നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് ചില ആളുകളെങ്കിലും അതിൽ അവർ ആഹ്ലാദപൂർവം അങ്ങനെയുള്ള വിചാരത്തിൽ അഭിരമിച്ചു. അത്തരം ആളുകളോട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വെറുത്തതുകൊണ്ട് മാറി നിൽക്കുന്നതല്ല മരണം, ഭയപ്പെട്ടതുകൊണ്ട് നീങ്ങിപ്പോകുന്നതല്ല മരണം, ഓടി അകന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ളതുമല്ല മരണം. മരണം നിശ്ചിതമായ സമയത്ത് അത് വരേണ്ടുന്ന സ്വഭാവത്തിൽ വരിക തന്നെ ചെയ്യും. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, നിങ്ങൾ ഭൗതിക പ്രമത്തത ബാധിച്ചവരല്ല. നിങ്ങൾ ദുനിയാവിന്റെ പകിട്ടിൽ കണ്ണഞ്ചിപ്പോയവരല്ല. നിങ്ങൾ ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ശരീരത്തിന്റെ നശ്വരതയെക്കുറിച്ചും ആത്മാവിന്റെ ശാശ്വതികതയെക്കുറിച്ചും ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മരണത്തെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ആനന്ദദായകമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും വരിക എന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടരുത്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയും ആഖിറത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് മരണം എന്ന് പറയുന്നത്. ദുനിയാവിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ ആളുകൾക്ക് അതിൽ അത്ഭുതമില്ല, അതിൽ ആശ്ചര്യമില്ല, അതിൽ വേജാറോ ബദ്ധപ്പാടോ ഇല്ല. പരലോകത്തിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, അതിൽ വിശ്വസിക്കുക മാത്രമല്ല, അവിടെ വിജയം വരിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന്റെ ലോകത്ത് നിന്ന് പ്രതിഫലത്തിന്റെ ലോകത്തേക്കുള്ള ഒരു മാറ്റമാണ് മരണം എന്ന് പറയുന്നത്. ആ മാറ്റം ഭയപ്പെടപ്പെടേണ്ട ഒരു കാര്യമല്ല, ആ മാറ്റം വെറുക്കപ്പെടേണ്ട ഒന്നുമല്ല. എന്നാൽ ആ മാറ്റത്തെ നമ്മൾ ആഗ്രഹിക്കുകയും വേണ്ട. ആ മാറ്റത്തെ ഓർത്തിരിക്കുകയും ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധരായിരിക്കുകയുമാണ് നാം വേണ്ടത് എന്ന് വിശ്വാസികളായ നിങ്ങളോട് ഞാൻ പറയും. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾക്ക് പ്രതിഫലം നൽകും. അല്ലദീന യതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ. നല്ല പരിശുദ്ധരായി അല്ലാഹുവിന്റെ മലായികത്തുകൾ, മലക്കുകൾ പിടിച്ചെടുക്കുന്ന ആത്മാക്കൾ. അത്തരം ആത്മാക്കളോട് മലക്കുകൾ പറയും, യഖൂലൂൻ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ഉദ്ഖുലുൽ ജന്ന, മരണം സംഭവിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരോട് പറയുകയാണ്, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ട്. നിങ്ങൾ അത് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നല്ലോ പ്രവർത്തിച്ചിരുന്നത്. നിങ്ങൾ പ്രവർത്തിച്ചതിലേക്ക് നിങ്ങൾ ചെന്നു ചേരാൻ പോവുകയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, വളരെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മലക്കുകൾ അവരുടെ മുമ്പാകെ വരിക. ചില ആളുകൾ മരണം ആസന്നമാകുന്ന ഘട്ടത്തിൽ പുഞ്ചിരി തൂകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്.
മരിക്കാൻ പോകുന്ന കുട്ടിയാണ് കേട്ടോ, ഒന്ന് പുറത്തേക്ക് എടുത്ത് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യശ്വാസം വലിച്ച കുട്ടിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പുഞ്ചിരി തൂകിക്കൊണ്ട് ഒന്ന് മാറി നിൽക്കൂ, ആരൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ആളുകളെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നോട്ടെ, ഒന്ന് മാറിക്കൊടുക്കൂ എന്ന് പറയുന്ന തരത്തിൽ മനോഹരമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആളുകൾ നമ്മുടെ കണ്ണിലൂടെ മൺമറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് വല്ലാത്ത ഒരു അനുഭവമാണ്. സക്രാത്തുൽ മൗത്ത്, സക്രാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തുവാൻ ചിലർ ശ്രമിച്ചു എന്ന് വരും. സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരവസ്ഥയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദദായകമായ ഒരവസ്ഥയാണ്. സക്രാത്ത് എന്നതിന് വെപ്രാളം എന്നല്ല അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സക്രാത്ത് എന്നതിന്റെ അർത്ഥം ലഹരി എന്നാണ്. മരണത്തിന്റെ ലഹരി, മരണത്തിന്റെ ഉന്മാദം, മരണത്തിന്റെ ആനന്ദം എന്നും വേണമെങ്കിൽ സക്രാത്തുൽ മൗത്ത് എന്നതിന് നമുക്ക് അർത്ഥം കൊടുക്കാം. അത് ഉന്മാദമാണ്, അത് ലഹരിയാണ്. ഈ ആശയം മനോഹരമായി എനിക്ക് പറഞ്ഞു വന്ന എൻ്റെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചില വിശുദ്ധരായ ആളുകൾ തന്നെ മൺമറഞ്ഞു പോകുമ്പോൾ അവരുടെ കണ്ണുകൾ തുറുത്തുന്നത് കാണാം, അവരുടെ മുഖം കോടുന്നത് കാണാം, അവർ കൈകാലും ചലിപ്പിക്കുന്നത് കാണാം. ഇത് മരണത്തിന്റെ വെപ്രാളമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മോനെ, നീ ഏത് സുഖം അനുഭവിക്കുമ്പോഴാണ് കണ്ണും കയ്യും കാലും ഇളക്കുകയും കോപ്രായങ്ങൾ കാണിക്കുകയും കോട്ടുകയും ചെയ്യാതിരിക്കുന്നത്? ചിലപ്പോൾ അത് സുഖാസ്വാദനത്തിന്റെ ഒരു രംഗവുമായേക്കാം. നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഊരിപ്പോകുന്ന ഘട്ടത്തിൽ, മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഊരിപ്പോകുന്ന ഘട്ടത്തിൽ നീ അനുഭവിക്കുന്ന ഉന്മാദാവസ്ഥയുണ്ടല്ലോ, ആ ലഹരിയുടെ അവസ്ഥയുടെ ഒരു ബാഹ്യപ്രകടനവുമാകാമല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. സക്രാത്തുൽ മൗത്തിന്റെ ഹാല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബേജാറാക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. സക്രാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു ലഹരിയാണ്, മരണത്തിന്റെ ഒരു ഉന്മാദമാണ്. എല്ലായ്പ്പോഴും അത് വെപ്രാളം തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ശുദ്ധാത്മാവിന്റെ മരണം സംഭവിക്കുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസയുടെ കൂടെ സഞ്ചരിച്ചില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കിയപ്പോ ഖബർ വെട്ടിയായിട്ടില്ല. ജനാസ അവിടെ വെക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്ത് അല്പസമയം ഇരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വികാരനിർഭരമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അദൃശ്യമായ ജ്ഞാനത്തിന്റെ കഷ്ണങ്ങൾ സഹാബികളായ ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇത്തരം അസുലഭമായിട്ടുള്ള മുഹൂർത്തങ്ങളിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാമോ, ഒരു നല്ല മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അയാളുടെ അടുത്ത് ആഗതരാകും. ശുഭ്രവസ്ത്രധാരികളായ മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് ഉടയാടകളുമായിട്ടാണ് അവർ വരിക. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ടാണ് അവർ വരിക.
മരിക്കുന്ന ആളുടെ മുന്നിൽ കണ്ണറെ കാണാൻ പാകത്തിൽ കണ്ടെത്തുവോളം മലക്കുകളുടെ കൂട്ടമായിരിക്കും. ആനന്ദദായകമായിട്ടുള്ള അനുഭവം. അതിൽ നിന്ന് മലക്കുൽ മൗത്ത് മുന്നോട്ട് വരും. മലക്കുൽ മൗത്ത് മുന്നോട്ട് വന്നുകൊണ്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തത കൈവരിച്ച ആത്മാവേ. ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ദുനിയാവിലുള്ള ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് ശരിക്കും ഉൾക്കൊണ്ടിരുന്നു. പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ആർജിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അങ്കലാവിന് യാതൊരു വഴിയുമില്ലാത്ത വിധം ദുനിയാവിൽ പ്രവർത്തിച്ചിട്ടുള്ള വളരെ പരിശുദ്ധമായിട്ടുള്ള ശാന്തത കൈവരിച്ചിട്ടുള്ള ആത്മാവേ, പുറത്തു വന്നുകൊള്ളൂ. നീ പുറത്തു വരുന്നത് എങ്ങോട്ടാണ്? ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കാണ് നീ വരുന്നത്. കടന്നുകൊള്ളുക, പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയും. ആ സന്ദർഭത്തിൽ ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നത് പോലെ, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നത് പോലെ സുഖമായിട്ട് ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിപ്പോരും. നൊടിയിട കൊണ്ട് മലക്കുൽ മൗത്ത് മറ്റു മലക്കുകൾക്ക് അത് കൈമാറും. അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉടയാടകൾ അണിയിക്കും. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഭൂമിയിൽ ഇതുവരെയും ലഭ്യമായിട്ടില്ലാത്ത സുഗന്ധദ്രവ്യം പൂശും. എന്നിട്ട് ആഹ്ലാദപൂർവ്വം മലക്കുകൾ ആത്മാവിനെയുമായി ആകാശലോകത്തേക്ക് പോവുകയാണ്. ആരാണ് ഈ വിശുദ്ധമായ ആത്മാവ് എന്ന് ഓരോ ആകാശത്തിൽ നിന്നും വിളിച്ചു ചോദിക്കുമ്പോ ദുനിയാവിൽ വെച്ച് വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരുണ്ടല്ലോ, ആ ഏറ്റവും നല്ല പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഓരോ ആകാശത്തു നിന്നും തൊട്ടടുത്ത ആകാശത്തെ മലക്കുകൾ അത് ഏറ്റുവാങ്ങി 7-ാം ആകാശത്ത് വരെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു പറയുന്നു, അല്ലിയീനിൽ അവന്റെ പേര് രേഖപ്പെടുത്തി കളയുക. ഉക്തുബു കിതാബ അബ്ദി ഫി അല്ലിയീൻ, എന്റെ അടിമ. ഈ അബ്ദി എന്ന അല്ലാഹുവിന്റെ വിളിയുണ്ടല്ലോ, ഏറ്റവും സ്നേഹാർദ്രമായിട്ടുള്ള വിളിയാണ് അബ്ദി, ഇബാദി എന്നുള്ളത്. ഉക്തുബു കിതാബ അബ്ദി, എന്റെ ദാസൻ, എന്റെ 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 അടിമ. അവന്റെ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകൾ ഇല്ലിയീനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറയും. എന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ചേക്കൂ അവനെ. അവന്റെ ആത്മാവും ശരീരവുമായി ചേരട്ടെ. വീണ്ടും ശരീരത്തിലേക്ക് ആത്മാവ് വരുന്നു. അവിടെ വെച്ച് ചോദ്യം ആരംഭിക്കുന്നു. നിന്റെ റബ്ബാര്, നിന്റെ ദീനേത്, നിന്റെ ഇമാമാര്, ഇമാം എന്ത്, നിന്നിലേക്ക് നിയോഗിച്ച ഈ മനുഷ്യനെ നിനക്ക് പരിചയമുണ്ടോ? നീ എന്തിനു വേണ്ടി ജീവിച്ചു? നീ എന്തിനു വേണ്ടി മരിച്ചു? മൗലികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ ഒന്നിനു പോലും മറുപടി പറയാൻ യാതൊരു വിമ്മിട്ടവുമില്ല, യാതൊരു പ്രയാസവുമില്ല, ഒരു തപ്പിത്തടച്ചിലുമില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന, ഒരായുഷ്കാലം മുഴുവൻ നിറഞ്ഞു നിന്ന, അവന്റെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന, അവന്റെ ജീവിതത്തിന്റെ അച്ചുതണ്ടായി പ്രവർത്തിച്ച ഒരാദർശ സമുച്ചയത്തിന്റെ മൗലിക വാക്യങ്ങളാണ് ചോദ്യങ്ങൾക്കുത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തമായി തന്നെ പറയാൻ കഴിയും. അവന്റെ വിചാരണ അതോടുകൂടി എളുപ്പമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശ്വാസികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ആരെങ്കിലും പറഞ്ഞ് മരണത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. സക്രാത്തിന്റെ ഹാല് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബേജാറാക്കി കളയുന്നുണ്ടെങ്കിൽ ബേജാറാകേണ്ടതുമില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തത കൈവരിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ സ്വയം
സംതൃപ്തനാണ്. നിന്നെക്കുറിച്ച് നിന്റെ നാഥനും സംതൃപ്തനാണ്. അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി. നേരത്തെ കഴിഞ്ഞുപോയ വിശുദ്ധരായ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഔലിയാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ആകാശലോകത്തേക്ക്, ആത്മാവുകളുടെ ലോകത്തേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി. അതിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനർത്ഥം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും സന്തോഷകരമായ ആഹ്ലാദകരമായ മരണം വരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം എങ്ങനെ നടക്കുന്നു എന്നത് പ്രസക്തമേ അല്ല. ചിലപ്പോൾ ബസ് തട്ടി മരിക്കുന്നതിനെ, വെന്തു മരിക്കുന്നതിനെയൊക്കെ നമ്മൾ ദുർമരണം എന്ന് പറയാറുണ്ട്. അതൊന്നും ദുർമരണമല്ല, മരണത്തിന്റെ ഓരോ രീതികളിലാണ്. മരണം സംഭവിക്കുന്നതോടുകൂടി ശരീരം അപ്രസക്തമാണ്. ആത്മാവ് എന്തനുഭവിക്കുന്നു എന്നുള്ളതാണ് മരണത്തെ ദുർമരണമായും സത്മരണമായും വിവേചിച്ച് മനസ്സിലാക്കുവാനുള്ള മാർഗം. ആളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അയാൾ എങ്ങനെ മരിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല. അവരുടെ ആത്മാവാണ് പ്രധാനം. ആത്മാവ് അനുഭവിക്കുന്നത് നമ്മോട് പറയാൻ അവർക്ക് പരലോകത്തിലേ സാധ്യമാവുകയുള്ളൂ എന്ന പരിമിതി നമുക്കുമുണ്ട്, മരിച്ചു പോകുന്നവർക്കുമുണ്ട്. ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുകയും സത്മരണം പ്രാപിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ